ധന്യ, അഭിഷേക് ബച്ചൻ അച്ഛനാകാൻ പോകുന്നു എന്നാണ് ഏറ്റവും പുതിയ വാർത്ത. അപ്പോൾ ഐശ്വര്യ റായ് രണ്ടാമതും ഗർഭിണിയായോ? ഐശ്വര്യ റായ് രണ്ടാമത് ഗർഭിണിയായോ എന്നത് അവിടെ നിൽക്കട്ടെ. നമുക്ക് ആരാധ്യയുടെ അച്ഛനാണ് അഭിഷേക് ബച്ചൻ. ആരാധ്യ വളർന്ന് എനിക്ക് തോന്നുന്നു 8-ലോ 9-ലോ പഠിക്കുകയാണെന്ന് തോന്നുന്നു. പിന്നെ ഐശ്വര്യ റായ് അഭിഷേക് ബച്ചനും തമ്മിൽ ഇടയ്ക്ക് വേർപിരിയുന്നു, ബന്ധം വേർപെട്ടു. ഇവരുടെ കുടുംബാംഗങ്ങൾ തമ്മിലുള്ള പ്രശ്നമാണ് ഇവർ തമ്മിൽ വേർപിരിയാൻ കാരണമെന്നൊക്കെയുള്ളൂ. പക്ഷേ രണ്ടുപേരും അത് സ്ഥിരീകരിച്ച് രംഗത്ത് വന്നിട്ടില്ല. ഐശ്വര്യ റായ് എന്നാണ് ലോക സുന്ദരി പട്ടം നേടിയ ആളാണ്. ഇപ്പോഴും അവരുടെ സൗന്ദര്യത്തെ വാഴ്ത്തുന്നവർ പലരുമാണ്. പല ലോകസുന്ദരി പട്ടങ്ങൾ കിട്ടുമ്പോഴും ഐശ്വര്യ റായിയുടെ അത്ര ഇല്ല, നിനക്കെന്താ ഐശ്വര്യ റായിയെ പോലുള്ള പെണ്ണിനെ വേണമെന്നൊക്കെ ഇപ്പോഴും ചോദിക്കുന്ന, കാരണം ആ ഒരു പേരിൽ നിന്ന് മലയാളി അങ്ങോട്ടും ഇങ്ങോട്ടും സൗന്ദര്യത്തിന്റെ കാര്യത്തിൽ മാറിയിട്ടില്ല എന്നുള്ളതാണ്. ഇപ്പോഴും അവർ ഐശ്വര്യ റായ് ബച്ചൻ എന്ന് തന്നെയല്ലേ അറിയപ്പെടുന്നത്? ഇപ്പോഴും ഐശ്വര്യ റായ് ബച്ചൻ എന്ന് തന്നെയാണ് അറിയപ്പെടുന്നത്. പക്ഷെ പല ഫംഗ്ഷൻസിലും ഇവരുടെയൊക്കെ ഫോട്ടോസും വീഡിയോസും ഒക്കെ വരുമ്പോൾ ഐശ്വര്യയും മകളെയും മാത്രമേ നമുക്ക് കാണാൻ സാധിക്കൂ. ഇപ്പോൾ അംബാനിയുടെ മകൻ്റെ കല്യാണത്തിന് എത്തിയപ്പോഴും ഐശ്വര്യ റായിയെയും മകളെയും കാണാൻ സാധിച്ചു. ഒപ്പം അഭിഷേക് കുടുംബാംഗങ്ങളോടൊപ്പമാണ് വന്നത്. അപ്പോൾ അഭിഷേകിൻ്റെ കുടുംബവുമായി ഐശ്വര്യ റായിക്ക് നേരത്തെ ചില പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു എന്നൊക്കെയുള്ളത് വാർത്തകളിൽ ഇടം പിടിച്ചതാണ്. അതിപ്പോഴും സംസാരം നടക്കുന്നുണ്ട്. അവർ ആ കാര്യങ്ങൾ അത്രയും പുറത്തുവിടാത്ത സ്ഥിതിക്ക് നമുക്ക് അത് കൃത്യമായി അതിലൊരു സ്ഥിരീകരണം നടത്താൻ കഴിയില്ല എന്നുള്ളതാണ്. ഇപ്പോൾ പിന്നെ നമ്മുടെ അഭിഷേക് ബച്ചൻ രണ്ടാമതും അച്ഛനാകാൻ പോകുന്നു. പക്ഷെ ഐശ്വര്യ റായ് ഗർഭിണിയുമല്ല. ഐശ്വര്യ റായ് ഗർഭിണിയുമല്ല, അഭിഷേക് ബച്ചൻ രണ്ടാമതും അച്ഛനാകാനും പോകുന്നു. അവിടെയാണ് ട്വിസ്റ്റ്. ഐശ്വര്യ റായ് ഗർഭിണിയുമല്ല, അഭിഷേക് ബച്ചൻ അച്ഛനാകാനും പോകുന്നു എന്ന് പറഞ്ഞപ്പോൾ നമുക്കൊരു ആകാംക്ഷ തോന്നിയില്ലേ? ഐശ്വര്യ റായ് അല്ല രണ്ടാമത്തെ കുഞ്ഞിനെ ഗർഭം ധരിച്ചിരിക്കുന്നത്. അഭിഷേക് ബച്ചൻ വീണ്ടും കല്യാണം കഴിച്ചിട്ടില്ല. നിമ്രത് കൗർ എന്ന് പറയുന്ന ഒരു നടിയാണ്, ആക്ട്രസ് ആണ് അഭിഷേക് ബച്ചന്റെ കുഞ്ഞിന് അമ്മയാകാൻ പോകുന്നത് എന്നുള്ള സ്ഥിരീകരിക്കാത്ത വാർത്തയാണ് പുറത്തു വരുന്നത്. ഇല്ല. നടി നിമ്രത് കൗർ അഭിഷേക് ബച്ചനിലൂടെ ഗർഭിണിയായെന്നും ഐശ്വര്യയുമായുള്ള ബന്ധം തകർച്ചയുടെ വാക്കിലെത്തിയ വിഷയം ഇതാണ് എന്ന തരത്തിലുമുള്ള റിപ്പോർട്ടുകളും പുറത്തു വരുന്നുണ്ട്. 2002 പുറത്തിറങ്ങിയ ദസ്വി എന്ന ചിത്രത്തിൽ അഭിഷേക് ബച്ചന്റെ ഭാര്യയായി നിമ്രത് അഭിനയിച്ചിരുന്നു. ഇരുവരും തമ്മിലുള്ള കെമിസ്ട്രിയും ശ്രദ്ധിക്കപ്പെട്ടിരുന്നു. പിന്നാലെ നടനുമായി നിമ്രത് അടുപ്പത്തിലായെന്നും ഇതറിഞ്ഞ് ഐശ്വര്യയുമായി അഭിഷേകും വഴക്കാണുമെന്നൊക്കെയാണ് കഥകൾ. എന്നാൽ അഭിഷേക് ബച്ചനുമായി താൻ ഡേറ്റിംഗ് നടത്തുന്നില്ല എന്നും പ്രചരിക്കുന്നത് കെട്ടുകഥകളാണ് എന്നുമാണ് ഇതിന് പിന്നാലെ നടി പറയുന്നത്. നടി പറഞ്ഞതിന് പിന്നാലെയാണ് നടി ഗർഭിണിയാണെന്നുള്ള വാർത്തയും പുറത്തു വരുന്നത്. നമ്രത് കൗർ അഭിഷേക് ബച്ചന്റെ കുഞ്ഞിന്റെ അമ്മയാകാൻ ഒരുങ്ങുന്നു എന്നാണ് സോഷ്യൽ മീഡിയയിൽ ചിലർ പറയുന്നത്. ഈ വാർത്തയുടെ സത്യാവസ്ഥ സൂചിപ്പിച്ച് ഒരു പോസ്റ്റും സോഷ്യൽ മീഡിയയിലൂടെ വൈറലാവുകയാണ്. നിമ്രത് കൗറിന്റെ നിറവയറ് പുറത്ത് കാണിക്കുന്ന തരത്തിലുള്ള ചിത്രമാണ് പ്രചരിക്കുന്നത്. നിമ്രത് കൗർ ഗർഭിണിയാണെന്നും ഉടൻ തന്നെ കുഞ്ഞിന് ജന്മം നൽകുമെന്നും ചിലർ പറയുന്നു. മാത്രമല്ല, ഇത് അഭിഷേക് ബച്ചനുമായി ബന്ധിപ്പിക്കാനും ശ്രമിക്കുന്നുണ്ട്. എന്നാൽ നടിയോ അഭിഷേകോ ഈ വാർത്തകളിലെ സത്യാവസ്ഥ വെളിപ്പെടുത്താൻ ഇതുവരെ പുറത്ത് വന്നിട്ടില്ല, ശ്രമിച്ചിട്ടുമില്ല. എന്നാൽ പ്രചരിക്കുന്നത് അടിസ്ഥാനപരമായ ആരോപണങ്ങൾ മാത്രമാണെന്നും ഇത്തരമൊരു അവസ്ഥയിലേക്ക് അഭിഷേക് ഒരിക്കലും എത്തില്ല എന്നാണ് ആരാധകരുടെ പക്ഷം. ഐശ്വര്യയെ പോലൊരു ഭാര്യ ഉള്ളതിൽ അഭിമാനിക്കുന്ന ആളാണ് അഭിഷേക് ബച്ചൻ. അദ്ദേഹം ഭാര്യയുമായി വേർപിരിയാണെങ്കിലും ഇങ്ങനെ ഒരു ബന്ധത്തിലേക്ക് പോയെന്ന് പറയുന്നത് അടിസ്ഥാനരഹിതമാണ്. 2007 വിവാഹിതരായ ഐശ്വര്യ റായ് അഭിഷേക് ബച്ചനും മകൾ ആരാധ്യയുടെ കൂടെ സന്തുഷ്ടയായി ജീവിക്കുകയായിരുന്നു. എന്നാൽ മാസങ്ങൾക്ക് മുൻപ് മുതൽ ഇവരുടെ ദാമ്പത്യത്തിൽ പൊരുത്തക്കേടുകൾ ഉള്ളതായി പ്രചരണമുണ്ടായി. ആനന്ദമാരിയുടെ വിവാഹത്തിൽ ഐശ്വര്യ മകളും ഒരുമിച്ച് വന്നതും അഭിഷേക് മാതാപിതാക്കളോടൊപ്പം വന്നതും അഭ്യൂഹങ്ങൾക്ക് വഴിതെളിച്ചു. വീട്ടുകാരുമായിട്ടുള്ള പ്രശ്നത്തെ തുടർന്ന് ഐശ്വര്യ അമിതാഭ് ബച്ചന്റെയും ജയാ ബച്ചന്റെയും വീട്ടിൽ നിന്ന് മാറി മകൾക്കൊപ്പമാണ് താമസമെന്നും അഭിഷേകുമായി അകൽച്ചയിലേക്ക് എത്തിയതായും നിരന്തര കഥകൾ വരുന്നതിനിടെയാണ് ഈ നിമ്രത് കൗറുമായുള്ള ഈ ഒരു ബന്ധത്തെക്കുറിച്ച് പുറത്തു വരുന്ന വിവരങ്ങൾ. നമുക്കറിയാം, ബോളിവുഡിലൊന്നും ഇതൊന്നും വലിയ സംഭവമൊന്നുമല്ല. പിന്നെ അഭിഷേക് ബച്ചൻ ഐശ്വര്യ റായ് എന്നൊക്കെ പറയുമ്പോൾ കുറച്ചുകൂടി നമ്മുടെ കുടുംബത്തിലെ ഒരു അംഗങ്ങളെ പോലെയാണ് ആരാധകർ അവരെ കാണുന്നത്. ഇപ്പോൾ ദീപിക പദുക്കോണിനെ, നമ്മുടെ ആലിയ ഭട്ടിൻ്റെ ഭർത്താവ്, അദ്ദേഹത്തിൻ്റെ പേര് ഞാൻ വിട്ടുപോയി, കുറേ നാൾ അവർ തമ്മിൽ പ്രണയബന്ധത്തിലായിരുന്നു, ഡേറ്റിംഗിലാണ് എന്നൊക്കെ പറഞ്ഞു. പിന്നീട് നിമിഷ നേരങ്ങൾ കൊണ്ടാണ് ആലിയ ഭട്ടിനെ രൺവീർ സിംഗ്
രൺവീർ സിംഗ് അല്ലേ? അതെ. രൺവീർ സിംഗ് വിവാഹം, രൺവീർ കപൂർ വിവാഹം കഴിച്ചത്. പിന്നീട് ഡിപ്രഷൻ സ്റ്റേജിലേക്ക് പിന്നെ ദീപിക പതുക്കോൺ പോയി. പിന്നീടാണ് രൺവീർ സിംഗ് അവരെ വിവാഹം കഴിച്ച് അവർ സന്തോഷപരമായി ജീവിക്കുക. അങ്ങനെ പല ബന്ധങ്ങളും ബോളിവുഡിൽ. ഇതൊന്നും ഇപ്പോൾ അർജുൻ കപൂർ, മല്ലിക അറോറ, അർജുനെക്കാളും എത്രയോ വയസ്സിനും മുതിർന്ന സ്ത്രീയാണ് മല്ലിക അറോറ എന്ന് തന്നെയാണ് തോന്നുന്നു അവരുടെ പേര്. അവരുമായിട്ടുള്ള ബന്ധം. അർജുൻ കപൂർ എന്ന് പറയുന്നത് ശ്രീദേവിയുടെ ഭർത്താവിൻ്റെ ആദ്യ ഭാര്യയിലെ മകനാണ്. അപ്പോൾ ഇത്തരം ബന്ധങ്ങൾ ഇപ്പോൾ ശ്രീദേവിയുമായിട്ടുള്ള പിന്നെ ബോണി കപൂർ, ശ്രീദേവിയുമായി എത്രയോ പ്രായ വ്യത്യാസമുള്ള ഒരാളെയാണ് ശ്രീദേവി കല്യാണം കഴിച്ചത്. അങ്ങനെ എത്ര ബോളിവുഡിൽ ഇതൊന്നും ഒരാളെ പ്രണയിച്ചിട്ട് അല്ലെങ്കിൽ ഒരു ഭാര്യ ഉള്ളപ്പോൾ തന്നെ മറ്റൊരാളെ വിവാഹം കഴിക്കുന്നത്, ഗർഭിണിയോ, ഇതൊന്നും വലിയ സംഭവമായി നമ്മൾ കരുതുന്നത് പോലെ അവരാരും കരുതുന്നില്ല എന്നുള്ളതാണ്. പിന്നെ ഗോസിപ്പുകൾ കേൾക്കാൻ ആളുകൾക്ക് എപ്പോഴും വളരെ ഇഷ്ടമാണ്. ഇതിപ്പോൾ യഥാർത്ഥത്തിൽ നിമ്രത് കൗറിൻ്റെ വയലിൽ കിടക്കുന്ന കുഞ്ഞിൻ്റെ അച്ഛൻ അഭിഷേക് ബച്ചൻ ആണെങ്കിലും അഭിഷേക് ചെലവിന് കൊടുത്താൽ അവർ ജീവിക്കും, അല്ലെങ്കിൽ അവർ തമ്മിൽ ഒരുമിച്ച് ജീവിക്കണമെന്ന് തോന്നിയാൽ ജീവിക്കും. ഇനി അഭിഷേകിൻ്റെ പണം വേണ്ട, ഞാൻ എൻ്റെ കുഞ്ഞിനെയും കൊണ്ട് ഒറ്റയ്ക്ക് ജീവിക്കാൻ തീരുമാനിച്ചാൽ അവർ ജീവിക്കുക. അതൊക്കെ അവരുടെ. പിന്നെ മറ്റുള്ളവൻ്റെ സ്വകാര്യതയിലേക്ക് ഒളിഞ്ഞ് നോക്കുക എന്നുള്ളത് മലയാളികളുടെ ഒരു സ്ഥിരം സ്വഭാവമാണ്. നമ്മൾ വാർത്താ മാധ്യമങ്ങൾ അത് തന്നെയാണ് ചെയ്യുന്നത്. യൂട്യൂബേഴ്സ് മാത്രമല്ല, മുഖ്യധാരാ മാധ്യമങ്ങളും അത് തന്നെയാണ്. ബാലയുടെ കല്യാണം, മൂന്നാമത്തെ വിവാഹം നടന്നപ്പോൾ ഇവിടുത്തെ മുഖ്യധാരാ മാധ്യമങ്ങളെല്ലാം അവിടെ പോയി പെറ്റുകിടന്നുവെങ്കിൽ അതെന്തിൻ്റെ അടിസ്ഥാനത്തിലാണ്? റീച്ചിന് വേണ്ടിയിട്ടാണ്. അല്ലാതെ ബാല 4ാമത് വിവാഹം കഴിച്ചാലും 5ാമത് വിവാഹം കഴിച്ചാലും 6ാമത് വിവാഹം കഴിച്ചാലും മുൻനിര ചാനലുകൾക്ക് എന്താ? അവർക്കൊരു പ്രശ്നവുമില്ല. ഇപ്പോൾ ഈ ഹേമ കമ്മിറ്റി എന്ന സമയത്തുള്ള ഇക്കിളി കഥകൾ ഏറ്റവും കൂടുതൽ പുറത്തുവിട്ടതാരാണ്? മുഖ്യധാരാ മാധ്യമങ്ങളാണ്. ഇപ്പൊ ആരാണ് ഇക്കിളി കഥകൾ ഏറ്റവും കൂടുതൽ പുറത്തുവിടുന്നത് എന്നുള്ളതിന്റെ ഇതിലായിരുന്നു അവർ. അപ്പോൾ ഇതിപ്പോ എല്ലാ ചാനലുകാർക്കും മനസ്സിലായി, ഗോസിപ്പുകൾ, മറ്റുള്ളവന്റെ സ്വകാര്യതയിൽ ഒളിഞ്ഞു നോക്കാൻ ആളുകൾക്ക് വല്ലാത്തൊരു ഇൻട്രസ്റ്റ് ആണ്. അത്തരം മസാല കഥകൾ കുറച്ച് കൊടുത്താൽ ആളുകളത് സ്വീകരിക്കും എന്നുള്ള ഒരു രീതി അവർക്ക് മനസ്സിലായി കഴിഞ്ഞു എന്നുള്ളതാണ്. അതുകൊണ്ട് ഇതിപ്പോൾ നിങ്ങൾക്ക് വേറെ വാർത്ത ഇല്ലേ? ദാരിദ്ര്യം. ഈ പറഞ്ഞവൻ, ഈ ഐശ്വര്യ റോയ് വേർപിരിഞ്ഞെന്ന് പറഞ്ഞാൽ അപ്പം പോവും ഐശ്വര്യയുടെ ഫേസ്ബുക്ക്, ഇൻസ്റ്റയും സോഷ്യൽ മീഡിയ അക്കൗണ്ടും പരിശോധിക്കാൻ. എവിടെയെങ്കിലും അഭിഷേക് ബച്ചനുമായിട്ട് നിൽക്കുന്നതുണ്ടോ, വേർപിരിഞ്ഞോ, എന്തെങ്കിലും എഴുതിയിട്ടുണ്ടോ? ഇത് വാർത്ത മൊത്തവും കാണും. എന്നിട്ടിരുന്ന് അടിയിൽ കമൻറ്റ് ചെയ്യും, വാർത്താ ദാരിദ്ര്യം. നിങ്ങൾക്ക് വേറെ വാർത്തകളൊന്നുമില്ലേ? എന്തിനാണിത് കാണാൻ? തമ്പ് കാണുമ്പോൾ തന്നെ മനസ്സിലാവില്ലേ? അപ്പോൾ പിന്നെ ഇത് മൊത്തം ഇരുന്ന് കാണാൻ പോകണം എന്തിനാ? മിണ്ടാതിരിക്കണം. മറ്റുള്ളവൻ്റെ സ്വകാര്യതകൾ എൻ്റെ വീട്ടിൽ നടക്കണതല്ല. എൻ്റെ വീട്ടിൽ ഡെയിലി വഴക്കും ബഹളവും ആണെങ്കിൽ അപ്പുറത്തെ വീട്ടിലുള്ളവൻ വർഷത്തിലൊരിക്കൽ ബഹളവും വഴക്കും നടത്തിയാൽ അത് കാണാൻ ഞാൻ ഇവിടെ നിന്ന് പോയി നിൽക്കും. ഇത് അപ്പുറത്തെ വീട്ടിലുള്ളവർ സ്വാഭാവികമായി നമ്മളോടും ചോദ്യം വരും. കാരണം നിങ്ങൾ ഇത് തന്നെയല്ലേ ചെയ്യുന്നത്? ഐശ്വര്യ റായിയുടെ അല്ലെങ്കിൽ അഭിഷേക് ബച്ചന്റെ ജീവിതത്തിലെ കാര്യങ്ങളല്ലേ എടുത്ത് പരിശോധിക്കുന്നത്. പക്ഷെ വേറൊരു കാര്യമുണ്ട്, നമ്മൾ ഡയറക്റ്റ് ആയിട്ട് അവരുടെ ജീവിതത്തിലേക്ക് ഇടിച്ചു കയറുകയല്ല നമ്മൾ ചെയ്യുന്നത്. അവർക്ക് എതിരായി വന്ന കുറേ സോഷ്യൽ മീഡിയ കാര്യങ്ങൾ, സോഷ്യൽ മീഡിയ ആക്രമണങ്ങൾ, ഇതേപ്പറ്റി നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ നമ്മുടെ തമ്പ് മാത്രം കണ്ട് കമന്റ് ഇടുന്ന ആളുകളുണ്ട്. പക്ഷെ അതിന്റെ ഉള്ളിൽ കയറി നമ്മൾ വീഡിയോയിൽ എന്താണ് പറയുന്നത് എന്നുള്ളത് അവർ ശ്രദ്ധിക്കുന്നില്ല എന്നുള്ളതാണ്. നമ്മൾ ഒരിക്കൽ പോലും മറ്റൊരാളുടെ ജീവിതത്തിലേക്ക് കയറി അവരുടെ ജീവിതത്തിൽ ഇടപെടരുത് എന്നാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ആ ഇടപെടുന്ന സാഹചര്യത്തെ എടുത്തു വെച്ച് നമ്മൾ ഇടപെടരുത് എന്ന് വീഡിയോ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഇവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്താണ്? നിങ്ങൾക്ക് വേറെ പണിയൊന്നുമില്ലേ, നിങ്ങൾക്ക് ഇക്കളിക്കഥകൾ മാത്രമാണോ ഉള്ളത്, നിങ്ങൾക്ക് ഗോസിപ്പ് മാത്രമാണോ ഉള്ളത്? ചേട്ടന്മാരെ, ചേച്ചിമാരെ, ഇതാണ് ഞങ്ങളുടെ പണി. ഞങ്ങൾ വാർത്ത എടുക്കുന്നു, പോകുന്നു എന്നുള്ളത് മാത്രമാണ്. നിങ്ങളെപ്പോലെ ഇതിൻ്റെ അകത്ത് കയറി ഇരുന്നിട്ട് മോശമായ കമൻറ്റുകൾ ഇട്ട് മോശമായ രീതിയിൽ ഞങ്ങൾ ആരെയും അധിക്ഷേപിക്കാൻ പോകുന്നില്ല. പിന്നെ ഞങ്ങൾ ആരുടെയും സ്വകാര്യതയിൽ കയറി ഒളിഞ്ഞു നോക്കി, മാധ്യമങ്ങൾ അങ്ങനെ എന്നൊക്കെയാണ് പറയുന്നത്. പലരുടെയും സ്വകാര്യതയിൽ കയറി. എന്തുകൊണ്ടാണ് മാധ്യമങ്ങൾ സ്വകാര്യതയിൽ കയറി ഒളിഞ്ഞു നോക്കുകയാണെങ്കിൽ പുറത്ത് ഇപ്പൊ ധന്യക്ക് അറിയാവുന്ന എത്ര രഹസ്യങ്ങളുണ്ട് ഇവിടുത്തെ പ്രധാനപ്പെട്ട ആളുകളുമായി ബന്ധപ്പെട്ട്? ഇപ്പൊ എനിക്കറിയാവുന്ന എത്ര രഹസ്യങ്ങളുണ്ട്? ഇതൊക്കെ നമ്മൾ പുറത്ത് പറയുകയാണെങ്കിൽ ഇവിടെ എന്തായിരിക്കും സംഭവിക്കുക? അപ്പൊ മാധ്യമങ്ങൾ പറയേണ്ടത് മാത്രമേ പറയുന്നുള്ളൂ, പറയാൻ പറ്റുന്നത് മാത്രമേ പറയുന്നുള്ളൂ. അതിലൊരു കാര്യം കൂടെ ഉണ്ട് പാർത്ഥൻ. മാധ്യമങ്ങൾ മറ്റുള്ളവരുടെ ജീവിതത്തിലേക്ക് ഒളിഞ്ഞു നോക്കുന്നു എന്ന് പറയുന്നവരോടാണ്. എന്തുകൊണ്ടാണ് മാധ്യമങ്ങൾ മറ്റുള്ളവരുടെ ജീവിതത്തിലേക്ക് ഒളിഞ്ഞു നോക്കുന്നത്? അത് കാണാൻ ഒരു വിഭാഗം ഇവിടെ ഉള്ളത്. അത് കാണാനാണ് ഭൂരിഭാഗം ഉള്ളത്. അത്തരം ചാനലുകൾക്ക് റീച്ച് ഉള്ളൂ. ഒരു കാര്യം കൂടെ പറഞ്ഞ് നമുക്ക് അവസാനിപ്പിക്കാം. അതായത്
ഈ നിർമ്മത് കൗർ കൃത്യമായി പറഞ്ഞു, അതായത് ഞാൻ ഡേറ്റിങ്ങിലല്ല, ഞാനുമായി ബന്ധപ്പെട്ട് പരക്കുന്ന അഭ്യൂഹങ്ങളൊക്കെ തെറ്റാണ് എന്നവർ പറഞ്ഞു കഴിഞ്ഞു. അങ്ങനെ പറയുന്നിടത്തോളം കാലം അതിലപ്പുറത്തേക്കൊരു എന്താണ് വിശകലനമോ അല്ലെങ്കിൽ അതിലപ്പുറത്തേക്ക് അവരെ സോഷ്യൽ മീഡിയ വഴി വിചാരണ ചെയ്യേണ്ട കാര്യമോ ഒന്നും ആർക്കുമില്ല. അപ്പോൾ ആ തരത്തിൽ അഭിഷേക് ബച്ചനും ഐശ്വര്യ റായിയും ഈ നിർമ്മത് കൗറും ഒക്കെ അവരുടെ കാര്യം നോക്കി അവർ മുന്നോട്ട് ജീവിക്കുമെന്ന് മാത്രമാണ് നിങ്ങളൊക്കെ മനസ്സിലാക്കേണ്ടത്. നമ്മളും എല്ലാവരും മനസ്സിലാക്കേണ്ടത് അത് തന്നെയാണ്. അപ്പൊ അതുകൊണ്ട് ഇത്തരത്തിൽ സോഷ്യൽ മീഡിയ വഴി പ്രചരിപ്പിക്കുന്ന ആളുകളും ആ പ്രചരണത്തിന് കൂട്ടുനിൽക്കുന്ന ആളുകളും കുറച്ചൊന്ന് അടങ്ങിയാൽ നല്ലതാണ് എന്നതാണ് എൻ്റെ ഒരു അഭിപ്രായം. എളിയ അഭിപ്രായമാണ്. സ്വീകരിക്കാമെങ്കിൽ സ്വീകരിക്കാം, ഇല്ലെങ്കിൽ എന്നെ തെറി വിളിക്കാം.